പറയുന്നതെല്ലാം അനുസരിച്ച് അടങ്ങി ഒതുങ്ങി നല്ലൊരു ഭാര്യയായി അദ്ദേഹത്തോടൊപ്പം എന്ന് ഞാനുണ്ടാവും. ഇങ്ങനെയൊരു ചിന്താഗതിയുള്ള ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത ഭർത്താവ് താഴ്ത്തും തലയിലും വെക്കാതെ നിങ്ങളെ കൊണ്ട് നടക്കും എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നോ അത്രത്തോളം അവർ നിങ്ങളെ ഒരു വേലക്കാരിയായി അല്ലെങ്കിൽ ഒരു വസ്തുവായി മാത്രമേ കാണൂ. കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഭർത്താവിൻ്റെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെക്കുന്ന ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയാം, നിങ്ങളൊരു സ്നേഹനിധിയായ ഭാര്യയാണ്. പക്ഷേ അതൊരിക്കലും സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കിക്കൊണ്ടാവരുത്. സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ സ്വയം ഇല്ലാതാകുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഒരു ചെടി നന്നായി വളരണമെങ്കിൽ അതിന് ദിവസവും വെള്ളമൊഴിക്കണം എന്നും പറഞ്ഞ് ബക്കറ്റ് കണക്കിന് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാൽ അത് വളരില്ല. ആ ചെടി ചീഞ്ഞു പോവുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ബന്ധങ്ങളും. നിങ്ങളുടെ വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കും. നിങ്ങൾ എത്രത്തോളം സ്വയം ഇല്ലാതാകുന്നുവോ അത്രത്തോളം മറ്റുള്ളവർക്ക് നിങ്ങളെ അവഗണിക്കാൻ എളുപ്പമാകും. നിങ്ങളൊരാൾക്ക് അമിതമായ സ്നേഹവും പരിഗണനയും നൽകിയാൽ അവർക്കതിന് വിലയില്ലാതാവും. നിങ്ങളുടെ അവൈലബിലിറ്റി, എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും നിങ്ങൾ കൂടെയുണ്ടാവും എന്ന് അവർക്ക് തോന്നിത്തുടങ്ങിയാൽ പിന്നെ നിങ്ങളെ ബഹുമാനിക്കേണ്ടതില്ല എന്നൊരു ചിന്ത അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലുണ്ടാവും. സ്നേഹത്തിന് വേണ്ടി ഭാര്യമാർ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ. വിവാഹത്തിന് മുൻപ് നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവും. ടീച്ചറാവണം, സ്വന്തമായി ബിസിനസ് തുടങ്ങണം, ഓഫീസറാവണം എന്നിങ്ങനെയൊക്കെ. വിവാഹം കഴിയുന്നതോടെ ഭർത്താവിന് ഇഷ്ടമല്ല, കുടുംബം നോക്കാൻ പറഞ്ഞു എന്നാവും പറയുന്നത്. നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളവിടെ തോറ്റുപോയി. വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീ തൻ്റെ ജോലി ഉപേക്ഷിക്കുമ്പോൾ അത് വെറുമൊരു വ്യക്തിപരമായ തീരുമാനം മാത്രമല്ല, അത് അവളുടെ ജീവിതത്തിൻ്റെ അടിത്തറയെയാണ് ബാധിക്കുന്നത്. ചെറുതാണെങ്കിലും ഒരു വരുമാനമുണ്ടെങ്കിൽ സ്വന്തം ആവശ്യത്തിന് അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വേണമെങ്കിൽ, അതുമല്ല അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ആർക്കു മുന്നിലും കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ വരില്ല. ജീവിതം എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല. സാമ്പത്തിക തകർച്ചകളുണ്ടാവാം, പാർട്ട്ണറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒരു വരുമാനമുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് വലിയൊരു താങ്ങായിരിക്കും. ചില സ്ത്രീകൾക്ക് ഒരു വിചാരമുണ്ട്, ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരുന്നാൽ ഭർത്താവിന് കൂടുതൽ സ്നേഹം തോന്നും എന്ന്. ഒരു പുരുഷൻ്റെ മനഃശാസ്ത്രപ്രകാരം സ്വന്തമായി നിലപാടുള്ള കാര്യപ്രാപ്തിയുള്ള സ്ത്രീകളെയാണ് പുരുഷന്മാർ ബഹുമാനിക്കുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ, കളങ്കമില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അദ്ദേഹം ഒരു തടസ്സമാവില്ല. നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ കൈയടിക്കും. നിങ്ങളുടെ വളർച്ചയിൽ അഭിമാനിക്കും. ഭർത്താവിന് ഇഷ്ടമല്ല എന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ കുഴിച്ചു മൂടാനുള്ള കാരണമാകരുത്. പകരം അദ്ദേഹത്തോട് സംസാരിക്കണം, അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യണം. സാഹചര്യത്തെ വിവേകത്തോടെ ഹാൻഡിൽ ചെയ്ത് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ വരുമാനവും അതാണ് നിങ്ങളുടെ നട്ടെല്ല്. നിങ്ങളുടെ സ്വഭാവവും ശരീരവും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. യഥാർത്ഥ സ്നേഹം നിബന്ധനകളില്ലാത്തതാണ്. നീ ഈ ഡ്രസ്സാണ് ഇടേണ്ടത്, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുന്നത് സ്നേഹമല്ല, നിയന്ത്രണമാണ്. നിങ്ങളെ നിങ്ങളായിട്ട് നിങ്ങളുടെ കുറവുകളോടും കുറ്റങ്ങളോടും സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറുമ്പോൾ അവിടെ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല, മറിച്ച് നിങ്ങളിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത സങ്കല്പത്തെയാണ്. മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ മാറ്റിയാൽ അത് വെറുമൊരു അഭിനയം മാത്രമായി മാറും. ഒരു ദിവസം അഭിനയിക്കാം, അല്ലെങ്കിൽ ഒരു മാസം അഭിനയിക്കാം. പക്ഷേ ജീവിതകാലം മുഴുവൻ
സ്വന്തം ഇഷ്ടങ്ങളെല്ലാം അടക്കി പിടിച്ച് മറ്റൊരാളായി ജീവിക്കുന്നത് പിന്നീട് ഡിപ്രഷനിലേക്കും വലിയ പൊട്ടിത്തെറികളിലേക്കും ആയിരിക്കും കൊണ്ടുചെന്നെത്തിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രധാരണത്തെ, സംസാരത്തെ, ശരീരത്തെ നിങ്ങളുടെ പാർട്ട്ണർ നിരന്തരമായി വിമർശിക്കുമ്പോൾ നിങ്ങളിൽ ഒരു തരം കുറ്റബോധം ഉണ്ടാവും. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഭംഗിയില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. ഇന്ന് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഏർപ്പെടുത്തിയ നിയന്ത്രണം നിങ്ങളനുസരിച്ചാൽ നാളെ അത് നിങ്ങളുടെ ജോലിയിലേക്കും സൗഹൃദങ്ങളിലേക്കും എന്തിന് ഭക്ഷണ രീതിയിലേക്കും ചെന്നെത്തും. അവസാനം വ്യക്തിത്വമില്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഒരു പാവം മാത്രമായി മാറും നിങ്ങൾ. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ? ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളും ഇഷ്ടങ്ങളും മാറ്റിവെച്ചത്, ആ കാരണം കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ബഹുമാനമില്ലാതാവും. സ്വന്തമായി വ്യക്തിത്വവും രീതികളും ഉള്ള സ്ത്രീകളെയാണ് പുരുഷന്മാർ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നത്. ഓരോ സ്ത്രീകൾക്കും അവരവരുടേതായ പ്രത്യേകതകളുണ്ട്. ചിലർക്ക് ജീൻസ് ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് സാരി, ചിലർ ഒരുപാട് സംസാരിക്കും, ചിലർ ശാന്തരായിരിക്കും. ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. ഇത് നിലനിർത്തുമ്പോഴാണ് നിങ്ങൾ നിങ്ങളാവുന്നത്. ഒരു ശില്പി കല്ലിനെ ചെത്തിമിനുക്കുന്നത് പോലെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്നേഹമല്ല, ഉടമയുടെ അവകാശമാണ് കാണിക്കുന്നത്. എനിക്ക് നിൻ്റെ വീട്ടുകാരെ ഇഷ്ടമല്ല, കൂട്ടുകാരോടൊന്നും സംസാരിക്കരുത്. ചില ഭർത്താക്കന്മാർ പറയാതെ പറയുന്നതാണിത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു സ്വീറ്റ് വേർഷൻ ഉണ്ട്. നമുക്ക് നമ്മൾ മാത്രം മതി. ചില ഭർത്താക്കന്മാർ പറയുന്നൊരു ഡയലോഗാണിത്. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ, പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് രസമുണ്ടാവില്ല. ഇത് ഒരുതരം കെണിയാണ്. ചുറ്റുമുള്ളവരിൽ നിന്ന് നിങ്ങളെ അകറ്റി അതിലൂടെ പാർട്ട്ണർ നിങ്ങളെ അയാളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയാണ് ചെയ്യുന്നത്. മറ്റാരുടെയും സഹായമോ ഉപദേശമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുറപ്പിക്കാനുള്ള അവരുടെ സൈക്കോളജിക്കൽ തന്ത്രം. ജീവിതം എപ്പോഴും ഒരുപോലെ ആവില്ല പോകുന്നത്. ഹാപ്പി മൊമെൻറ്റ്സ് ഉള്ളതുപോലെ തന്നെ വഴക്കുകളും ജീവിതത്തിലുണ്ടാവും. ഹസ്ബൻഡുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, മാനസികമായി തളർന്നിരിക്കുമ്പോൾ, നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ ഓടിച്ചെല്ലാൻ നിങ്ങൾക്കൊരിടം വേണം. ഭർത്താവിന് വേണ്ടി വീട്ടുകാരെയും സൗഹൃദങ്ങളെയും മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് ഒരാപത്ത് വരുമ്പോൾ സഹായം ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരും. എന്നെ വേണോ വീട്ടുകാരെ വേണോ എന്ന് ചോദിക്കുന്നത് സ്നേഹമല്ല, ബ്ലാക്ക് മെയിലിംഗ് ആണ്. സുഹൃത്തുക്കൾ നിങ്ങളുടെ കണ്ണാടിയാണ്. നല്ല സൗഹൃദങ്ങൾ കൂടെയുണ്ടെങ്കിൽ പാർട്ട്ണറുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും നേരായ വഴി കാണിച്ചു തരാനും അവർക്ക് കഴിയും. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നിങ്ങളെ ചേർത്ത് നിർത്താനും നിങ്ങളെ മനസ്സിലാക്കാനും ആ നല്ല കൂട്ടുകാർ കൂടെയുണ്ടാവും. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും. ഈ ബന്ധം വർഷങ്ങളുടെ പഴക്കമുള്ള ബന്ധമാണ്. ഒരു പുരുഷന് വേണ്ടി ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നത് നന്ദികേട് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരുമായി ഇടപഴകുന്നത് കുറയുമ്പോൾ നിങ്ങളുടെ ലോകം ആ ഒരു പുരുഷനിലേക്ക് മാത്രം ഒതുങ്ങും. പതിയെ പതിയെ നിങ്ങളുടെ ആത്മവിശ്വാസം തകരും. പുറം ലോകവുമായി ബന്ധം നിലനിർത്തുന്നത് നിങ്ങളുടെ അറിവും ധൈര്യവും വർദ്ധിപ്പിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ ഒരിക്കലും ഒരു കൂട്ടിനുള്ളിൽ തളച്ചിടില്ല. നിങ്ങളുടെ ലോകം വിശാലമാക്കാൻ സഹായിക്കും. വീട്ടുകാരിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റുന്നത് നിങ്ങളെ സംരക്ഷിക്കാനല്ല, മറിച്ച് നിങ്ങളെ നിയന്ത്രിക്കാനാണ്. ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അദ്ദേഹം സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളെ ഒരു പങ്കാളിയായല്ല, മറിച്ച് തൻ്റെ സൗകര്യങ്ങൾ നോക്കുന്ന ഒരാളായാണ് അദ്ദേഹം നിങ്ങളെ കാണുന്നത്. ഭർത്താവ് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകുക, കർച്ചീഫ് എടുത്തു കൊടുക്കുക, താക്കോൽ എടുത്തു കൊടുക്കുക, സോക്സ് എടുത്തു കൊടുക്കുക, ഇതെല്ലാം നിരന്തരമായി ചെയ്യുമ്പോൾ അദ്ദേഹം കൂടുതൽ മടിയനാവും. തുടക്കത്തിൽ സ്നേഹം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നീട്
നിങ്ങളിത് ചെയ്തേ മതിയാകൂ എന്ന രീതിയിലേക്ക് മാറും. ഒരു ദിവസം സുഖമില്ലാതായാലോ അല്ലെങ്കിൽ ഇത് ചെയ്തു കൊടുത്തില്ലെങ്കിലോ അദ്ദേഹം നിങ്ങളെ കുറ്റപ്പെടുത്തും. സ്നേഹപൂർവ്വം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പിന്നീട് അടിമപ്പണി പോലെയായി മാറും. ശമ്പളമില്ലാത്ത വീട്ടുജോലിക്കാരിയുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ സ്വയം താഴ്ത്തപ്പെടും. ഓഫീസ് ജോലിയും വീട്ടുജോലിയും കുട്ടികളുടെ കാര്യവും എല്ലാം കഴിഞ്ഞ് ഭർത്താവിൻ്റെ പിന്നാലെയും കൂടി നടക്കേണ്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ മാനസികമായും ശാരീരികമായും തളരും. ഈ തളർച്ച നിങ്ങളെ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാക്കി മാറ്റും. ഈ സന്ദർഭത്തിലാണ് ആ പരാതി ഉയർന്നു വരിക. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന പരാതി. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, കൂടെ നടക്കേണ്ടവൾ, പിന്നാലെ നടക്കേണ്ടവളല്ല. അദ്ദേഹം ഒരു മുതിർന്ന പുരുഷനാണെന്നും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടെന്നും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക. സ്നേഹം എന്നത് ഒരാളെ മടിയനാക്കി മാറ്റുന്നതിലല്ല, പരസ്പരം സഹായിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ആണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം അത് വെറുമൊരു സൗകര്യം മാത്രമല്ല, ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസമാണ്. എൻ്റെ പണം, എൻ്റെ ആഭരണം എല്ലാം അദ്ദേഹത്തിൻ്റേതും കൂടിയാണ് എന്ന് ചിന്തിക്കുന്നതിലെ അപകടങ്ങൾ ആദ്യം തിരിച്ചറിയണം. 10 രൂപയുടെ ആവശ്യത്തിന് പോലും ഭർത്താവിന് മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വരുന്നത് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ എത്രത്തോളം ബാധിക്കും എന്നത് അനുഭവിച്ചവർക്ക് മാത്രമറിയാം. ചോദിക്കുമ്പോൾ അദ്ദേഹം തരുന്നുണ്ടാകും, പക്ഷെ ചോദിച്ചു വാങ്ങുന്നതിനേക്കാൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നതാണ് അന്തസ്സ്. സ്വന്തം ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും മറ്റൊരാളുടെ അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നത് ഒരു തരം അടിമത്തം ആണ്. ജീവിത സാഹചര്യങ്ങൾ എന്നും ഒരുപോലെ ആയിരിക്കില്ല, മാറിക്കൊണ്ടിരിക്കും. അസുഖം വന്നാൽ, ജോലി നഷ്ടപ്പെട്ടാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമുണ്ടെങ്കിൽ അത് ആ സമയത്ത് കുടുംബത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. ഒരു ബന്ധം ശാരീരികമായും മാനസികമായും നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ സാമ്പത്തികമായി സുരക്ഷിതരല്ലാത്തത് കൊണ്ട് മാത്രമാണ് പല സ്ത്രീകളും എല്ലാം സഹിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരുന്നത്. കയ്യിൽ പണമുണ്ടെങ്കിൽ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് ധൈര്യമായി ഇറങ്ങി വരാനും സ്വന്തം കാലിൽ നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കും. പണം മാറ്റിവെക്കുന്നത് ഒരിക്കലും ഭർത്താവിനെ പറ്റിക്കാനല്ല, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭാവിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. കുടുംബത്തിന് വേണ്ടി പണം ചിലവഴിക്കുന്നത് തെറ്റല്ല. നിങ്ങളുടെ പണവും സ്വർണവും ഭർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ അത് തിരികെ കിട്ടും എന്നുറപ്പാക്കാനുള്ള വിവേകവും നിങ്ങൾക്കുണ്ടാവണം. വിവാഹം കഴിഞ്ഞാലും അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഹസ്ബൻഡിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനത് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി സമ്പാദ്യമുണ്ടെങ്കിൽ ആരെയും ഭയക്കാതെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹത്തോടെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയും. പങ്കാളിയെ വിശ്വസിക്കാം, പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയുടെ താക്കോൽ ഒരിക്കലും അദ്ദേഹത്തെ ഏൽപ്പിക്കരുത്. വഴക്കുണ്ടാവുമ്പോൾ തെറ്റ് ആരുടെ ഭാഗത്തായാലും, ഭർത്താവിൻ്റെ ആയാലും ശരി, ഭാര്യയുടെ ആയാലും ശരി, അയാളെ സോറി ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ, പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവാതിരിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും നിങ്ങൾ സോറി ചോദിക്കും. പതിയെ പതിയെ ഭർത്താവിന് ഇതൊരു ശീലമാകും. പിന്നീട് എപ്പോൾ പ്രശ്നം ഉണ്ടായാലും അവളായിട്ട് വരും എന്നൊരു ചിന്ത അദ്ദേഹത്തിലുണ്ടാവും. നിങ്ങളുടെ ഈ ക്യാരക്ടർ അറിയുന്ന പാർട്ട്ണർ നിങ്ങളെ മാനസികമായി തളർത്തും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടും, മിണ്ടാതിരിക്കും. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ നിങ്ങൾ വീണ്ടും വീണ്ടും താഴ്ന്നു കൊടുക്കും. ഒരാൾ എപ്പോഴും വലുതാകുകയും മറ്റൊരാൾ എപ്പോഴും ചെറുതാകുകയും ചെയ്യുന്ന അവസ്ഥ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കാൻ നിൽക്കാതെ മാപ്പ് പറയണം. അത് നിങ്ങളുടെ മാന്യതയാണ്. അല്ലാത്ത പക്ഷം മാപ്പ് പറയില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അത് നിങ്ങളുടെ അന്തസ്സാണ്. എപ്പോഴും നിങ്ങൾ മാത്രം തോറ്റുകൊടുക്കുന്നത് നല്ലതല്ല. അത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും ബന്ധത്തെയും ബാധിക്കും. സ്നേഹമെന്നത് ഒരാൾ മാത്രം മറ്റൊരാൾക്ക് മുന്നിൽ എപ്പോഴും
തലകുനിച്ച് നിൽക്കുന്നതല്ല. രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ്. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾക്കും തെറ്റായ ഒരു വിശ്വാസമുണ്ട്. എൻ്റെ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന്. സിനിമയിലും കഥകളിലുമൊക്കെ ഇത് സാധ്യമാവും. പക്ഷേ റിയൽ ലൈഫിൽ ഇത് സാധ്യമാവില്ല. മദ്യപാനം, ചൂതാട്ടം, പരസ്ത്രീ ബന്ധം ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്വഭാവ വൈകല്യമോ അഡിക്ഷനോ ആണ്. ഇതിനെ നേരിടേണ്ടത് ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും വഴിയാണ്. അല്ലാതെ സ്നേഹം കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം സഹിക്കുന്നോ അത്രത്തോളം ആ ശീലങ്ങൾ തുടരാനുള്ള ധൈര്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഞാൻ എന്ത് കാണിച്ചു കൂട്ടിയാലും അവൾ എന്നെ വിട്ടു പോവില്ല എന്ന തോന്നൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾക്ക് ബലം കൂട്ടും. ഇത്തരം ശീലങ്ങളുള്ള ഒരാളോടൊപ്പം ജീവിക്കുമ്പോൾ മനസമാധാനം നിങ്ങൾക്ക് അന്യമാകും. വീട്ടിലെ വഴക്കുകൾ, സാമ്പത്തിക തകർച്ച, സമൂഹത്തിന് മുന്നിലെ നാണക്കേട് ഇതെല്ലാം നിങ്ങളെ മാനസികമായി തകർക്കും. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങൾ എന്തിനാണ് മറ്റൊരാളുടെ മോശം ശീലങ്ങളുടെ ഫലം അനുഭവിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. വീട്ടിലെ സമാധാനമില്ലാത്ത അന്തരീക്ഷവും അച്ഛൻ്റെ തെറ്റായ ശീലങ്ങളും കണ്ടു വളരുന്ന കുട്ടികൾക്ക് വലിയ മാനസികാഘാതങ്ങൾ ഉണ്ടാവും. ഇത് അവരുടെ പഠനത്തെയും സ്വഭാവത്തെയും ബാധിക്കും. മക്കൾക്ക് വേണ്ടിയാണ് എല്ലാം സഹിക്കുന്നത് എന്ന് പറയുന്നവർ ഓർക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾ വളരുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. മദ്യപാനം പലപ്പോഴും ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് ചെന്നെത്തും. പരസ്ത്രീ ബന്ധം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ ജീവനും ആരോഗ്യവും അപകടത്തിലാക്കുന്ന ഒന്നിനെയും സ്നേഹത്തിൻ്റെ പേരിൽ ന്യായീകരിക്കരുത്. നിങ്ങളുടെ മൗനം ആ തെറ്റിനുള്ള സമ്മതമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഉപദേശിച്ചു നോക്കി, അദ്ദേഹം കേട്ടില്ല, അതുകൊണ്ട് എല്ലാം സഹിക്കുന്നു എന്നത് തെറ്റായ ഒരു ചിന്തയാണ്. തെറ്റുകൾ തുടക്കത്തിലെ ശക്തമായി എതിർക്കണം. മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ അവിടെ തുടരുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. മാറ്റത്തിന് അദ്ദേഹം തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ ആയുസ്സും ആരോഗ്യവും അവിടെ ഹോമിക്കണോ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനും മുൻഗണന നൽകുക. ഒരാളെ മാറ്റിയെടുക്കുക എന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല. സ്വയം മാറാൻ തയ്യാറുള്ള ഒരാളെ മാത്രമേ നമുക്ക് സഹായിക്കാൻ കഴിയൂ. മാറാൻ തയ്യാറല്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലി കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനേ ഉപകരിക്കൂ. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. നിങ്ങളുടെ മൂഡ് ഹസ്ബൻഡിൻ്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഇമോഷണൽ തടവിലാക്കപ്പെട്ട അവസ്ഥയിലാണ്. അദ്ദേഹം ദേഷ്യപ്പെട്ടാൽ നിങ്ങളുടെ ഒരു ദിവസം തകരും. അദ്ദേഹം മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ലോകം അവസാനിച്ച പോലെ തോന്നും. ഈ ഒരവസ്ഥ നിങ്ങളെ മാനസികമായി ദുർബലയാക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ സ്വാർത്ഥതയല്ല, നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയാണ്. പുസ്തകം വായിക്കുക, പഴയ സൗഹൃദങ്ങളുമായി സംസാരിക്കുക, പാട്ട് കേൾക്കുക, ഹോബികൾ ചെയ്യുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തി ലഭിക്കും. നിങ്ങൾ ആരാണെന്നും എന്താണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നത് എന്നും കണ്ടെത്തുക. മറ്റൊരാളുടെ തണലില്ലാതെ സ്വന്തം വെളിച്ചത്തിൽ നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ നായിക നിങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതായിരിക്കും. നിങ്ങളെ മാനസികമായി തളർത്താനും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കൂടിയുള്ള ഒരു തന്ത്രമാണ് ഈ താരതമ്യം ചെയ്യൽ. നീ ഒന്നിനും കൊള്ളില്ല എന്ന് തോന്നിപ്പിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ആശ്രയിക്കും എന്നാണ് അവർ കരുതുന്നത്. മറ്റ് സ്ത്രീകളുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോയും ഫേസ്ബുക്ക് പോസ്റ്റും കണ്ട് അവരെത്ര സുന്ദരികളാണ്, അവരുടെ ജീവിതം എത്ര മനോഹരമാണ് എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കരുത്. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അവരാരും തങ്ങളുടെ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ കരച്ചിലുകളോ ഒന്നും അവിടെ പങ്കുവയ്ക്കാറില്ല. ആ മിഥ്യയുമായി
നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. സൗന്ദര്യം എന്നത് വെളുത്ത നിറത്തിലോ കൃത്യമായ അളവുകളിലോ ഉള്ളതല്ല. നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയിലുമാണ് നിങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം ഇരിക്കുന്നത്. നിങ്ങളെ നിങ്ങളായി സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി മാറുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. പങ്കാളി മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിശബ്ദരായി ഇരിക്കരുത്. എനിക്ക് എൻ്റേതായ രീതികളുണ്ട്, എന്നെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യരുത് എന്ന് മാന്യമായും കർക്കശമായും പറയാൻ ശീലിക്കുക. മറ്റൊരാളുടെ പകർപ്പായി ജീവിക്കുന്നതിലും അന്തസ്സ് നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുന്നതിലാണ്. വിവാഹമെന്നത് ഒരു ഉടമ്പടിയല്ല, രണ്ടുപേർ തമ്മിലുള്ള പാർട്ട്ണർഷിപ്പാണ്. ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ല് ആ വീട്ടിലെ സ്ത്രീയും പുരുഷനും പരസ്പരം ബഹുമാനിക്കുന്നതാണ്. കുട്ടികളെപ്പോൾ വേണം, വീട് വയ്ക്കണോ, ജോലി തുടരണോ വേണ്ടയോ, എവിടെ താമസിക്കണം, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഒരാൾക്ക് മാത്രം കൊടുക്കരുത്. വലിയ വലിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എപ്പോഴും രണ്ടുപേരും ചേർന്നാണ്. നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമായും ഉറപ്പോടെയും അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്കാരെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പിന്മാറിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് വിവരമില്ല എന്നൊരു ധാരണ അദ്ദേഹത്തിനുണ്ടാവും. എന്നാൽ നിങ്ങൾ കൃത്യമായി അഭിപ്രായങ്ങൾ പറയുമ്പോൾ ബുദ്ധിയുള്ള, കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയായി നിങ്ങളെ അദ്ദേഹം ബഹുമാനിക്കും. ഇത്രയും പറഞ്ഞത് പുരുഷന്മാരെ വെറുക്കാൻ വേണ്ടിയല്ല. സ്നേഹം എന്നത് ഒരാൾ മാത്രം കൊടുത്തുകൊണ്ടേയിരിക്കുകയും മറ്റേയാൾ വാങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടല്ല. തുലാസിൻ്റെ 2 തട്ടുകളും ഒരേപോലെ ഇരുന്നാൽ മാത്രമേ ആ ബന്ധത്തിന് സ്ഥിരതയുണ്ടാകൂ. നിങ്ങൾ മാത്രം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ ആ തുലാസ് തെറ്റും. ഇത് പങ്കാളിയോട് ദേഷ്യം തോന്നാനും സ്നേഹം കുറയാനും കാരണമാകും. ഒരാളെ അമിതമായി അനുസരിക്കുന്നതും സ്വന്തം ഇഷ്ടങ്ങൾ ബലികഴിക്കുന്നതും സ്നേഹമാണ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ത്യാഗം നല്ലതാണ്, പക്ഷേ അതൊരിക്കലും സ്വയം നശിച്ചുകൊണ്ടാവരുത്. ഭൂരിഭാഗം പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് ബുദ്ധിയും കാര്യപ്രാപ്തിയും ഉള്ള ഒരു പെണ്ണിനെയാണ്. എന്തിനും ഏതിനും സമ്മതം മൂളുന്ന ഒരാൾ കാലക്രമേണ അവർക്കൊരു ഭാരമായി മാറും. ഹസ്ബൻഡിനോട് എതിർത്ത് സംസാരിക്കുന്നതും അനുസരിക്കാതെ ഇരിക്കുന്നതുമാണ് സ്വയം മര്യാദ എന്നൊരു തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. എന്നാൽ സത്യം അതല്ല. എൻ്റെ ശരീരത്തിനുമേൽ, എൻ്റെ സ്വപ്നങ്ങൾക്കുമേൽ, എൻ്റെ അധ്വാനത്തിനുമേൽ എനിക്ക് അവകാശമുണ്ട് എന്ന തിരിച്ചറിവാണ് സ്വയം മര്യാദ. ഓർക്കുക, സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ആ സ്നേഹം ആസ്വദിക്കാൻ അവിടെ നിങ്ങൾ ബാക്കിയുണ്ടാവില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക. നിങ്ങളുടെ അന്തസ്സ് ആർക്കു മുന്നിലും പണയം വയ്ക്കാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിത്വത്തെ നെഞ്ചോട് ചേർക്കുക. ഒട്ടും സംശയമില്ലാതെ പറയാം, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബവും സ്നേഹവും തന്നെയാണ്. പക്ഷേ അതിനെല്ലാം ഉപരി നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു മൂല്യമുണ്ട്. മറ്റൊരാൾക്ക് വേണ്ടി ഉരുകിത്തീരാനുള്ള മെഴുകുതിരിയല്ല നിങ്ങൾ. ഗൗതമ ബുദ്ധൻ പറഞ്ഞതുപോലെ, ലോകം മുഴുവൻ തിരഞ്ഞാലും നിങ്ങളെപ്പോലെ നിങ്ങളുടെ സ്നേഹത്തിന് അർഹതയുള്ള മറ്റൊരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.